ഹലോ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മുടെ കൃഷിത്തോട്ടത്തിലെ പുതിയ വിശേഷങ്ങളാണ് കേട്ടോ. പടവലെന്തി പൂവൊക്കെ ഇട്ട് നല്ല ഭംഗിയായി നിൽപ്പുണ്ട്. ഓരോ മുട്ടിനും ഇത് കണ്ടോ, പൂവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഈ ഉണ്ടാവണ പൂവുണ്ടല്ലോ, ഇത് ഇതുപോലെ പൊഴിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് രണ്ടെണ്ണെങ്കിലും പൊഴിഞ്ഞു പോയി. ഇതിനി പൊഴിഞ്ഞു പോയിട്ടാണോ കായ ഉണ്ടാവണേ അതോ എന്താണെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പീച്ചിങ്ങയുടെ വിശേഷം കണ്ട പോലെ ഇതിൻ്റെയും കാത്തിരുന്ന് കാണാം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കുക്കുംബർ ഉണ്ടല്ലോ, കുക്കുംബറിൽ നിറയെ പൂ ഉണ്ടായിട്ടുണ്ട്. ചിലതിൽ ഇതിങ്ങനെ കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കായയുടെ മുകളിൽ എന്താണ് ഈ മുള്ളു പോലെ ഉണ്ടായി നിൽക്കണമെന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന കുക്കുംബറിൽ ഇങ്ങനെ മുള്ളില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് വളരുന്നതനുസരിച്ച് മുള്ള് പോകുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിലും മുള്ളുണ്ട്. അപ്പോൾ നമുക്കറിയാത്തതുകൊണ്ടായിരിക്കും, നമ്മൾ കാണാത്തതുകൊണ്ടായിരിക്കും. നമ്മളാദ്യമായിട്ടാണല്ലോ ഇത് കാണുന്നത്. വളർന്നിങ്ങനെ താഴത്തേക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇനിയാണ് പീച്ചിങ്ങയുടെ വിശേഷം. പീച്ചിങ്ങയുടെ വിശേഷം പറയുകയാണെങ്കിൽ കാണിച്ചു തരാം ഞാൻ കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. താഴത്തേക്ക് ഇങ്ങനെ വളർന്നിങ്ങനെ തൂങ്ങുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ. ഈ പീച്ചിങ്ങയുടെ പുറകിൽ വലിയ വേറൊരു കഥയുണ്ട് കേട്ടോ. കാരണം എൻ്റെ ചേട്ടായിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് ഈ പീച്ചിങ്ങ തോരൻ ഉണ്ടാക്കി കൊടുക്കണം ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അത് കണ്ടിട്ടാണ് ഞാൻ ഈ പീച്ചിങ്ങ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എല്ലാത്തിലും നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. പീച്ചിങ്ങ നിറച്ചുണ്ടായിട്ടുണ്ട്. എന്താ അല്ലേ, ചേട്ടായിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പീച്ചിങ്ങ കൃഷി തുടങ്ങി എന്നെ സമ്മതിക്കണം. പക്ഷേ ചില പീച്ചിങ്ങ കണ്ടോ, ഇതിലിങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട്. പഴുത്തല്ല, ചെറിയൊരു കളർ വ്യത്യാസം വന്ന് നിൽപ്പുണ്ട് ചിലതിൽ മാത്രം. അതിന് എന്തുകൊണ്ടാണെന്നറിയില്ല. ഇതിൽ വലിയ കുഴപ്പമില്ല. ഇത് പക്ഷേ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചീരക്കുട്ടന്മാരെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അടുത്ത ചുവട് പീച്ചിലാണ് കേട്ടോ. അതിൽ ഉണ്ടായി വരണേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ. മറ്റേ പീച്ചിലൊക്കെ നട്ടതിന് ശേഷം ഒരു 3-4 ദിവസം, അവരെ നട്ടതിന് ശേഷം ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇവരെ നട്ടത്. പക്ഷേ ഇതിൽ ഉണ്ടായി തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. വലുതായി വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കൃഷി, അതിൽ പൂ ഉണ്ടാവുന്നതും കായ ഉണ്ടാവുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. ടാറ്റാ.